ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. വയനാട് ജില്ലയിലെ അതീവ പവിത്രവും പുരാതനവുമായ ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രവും ഐതിഹ്യവും മറ്റ് പ്രധാന വിവരങ്ങളും നമുക്ക് നോക്കാം. സഹ്യപർവ്വതനിരകളിലെ ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലുള്ള തിരുനെല്ലി ഗ്രാമത്തിലാണ്. കനത്ത വനങ്ങളാലും മലനിരകളാലും ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണിത്. കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 64 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും 30 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ നിർമ്മാതാക്കൾ ആരാണെന്നതിന് വ്യക്തമായ ചരിത്രരേഖകളില്ലെങ്കിലും 1000-ലധികം വർഷം പഴക്കമുള്ള ചരിത്രം ഇതിനുണ്ട്. ചരിത്രരേഖകൾ പ്രകാരം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും പിൽക്കാലത്ത് മലബാറിലെ കോട്ടയം രാജവംശവും ഈ ക്ഷേത്രം പുതുക്കിപ്പണിയുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത 30ഓളം മനോഹരമായ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നതാണ് ഇവിടുത്തെ നാലമ്പലം. ഈ നിർമ്മാണ ശൈലി മറ്റ് കേരളീയ ക്ഷേത്രങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വലിയ കരിങ്കൽ മതിൽ പണി പൂർത്തിയാകാത്ത നിലയിലാണ്. കോട്ടയം രാജാവ് ഈ മതിൽ പണിയാൻ തുടങ്ങിയെങ്കിലും ശത്രുക്കളുടെ ആക്രമണം കാരണം നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് ചരിത്രം. കൊടും വരൾച്ചയുടെ സമയത്ത് ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കാനായി കോട്ടയം രാജാവിൻ്റെ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം കിലോമീറ്ററുകൾ അകലെയുള്ള മലയിൽ നിന്നും കരിങ്കൽ പാത്തികൾ നിർമ്മിച്ച് വെള്ളം എത്തിച്ചിരുന്നു. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ക്ഷേത്രത്തിന് പിന്നിൽ നമുക്ക് കാണാം. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു പുരാണ കഥയുണ്ട്. ഒരിക്കൽ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് ഹംസവാഹനത്തിലേറി സഞ്ചരിക്കുമ്പോൾ മനോഹരമായ ഈ ബ്രഹ്മഗിരി മലനിരകളിൽ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ നെല്ലിമരത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപം ബ്രഹ്മാവ് കാണാനിടയാവുകയും ചെയ്തു. വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബ്രഹ്മാവ് അവിടെ ഇറങ്ങി ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്തു. തിരു അതായത് പവിത്രമായ, നെല്ലി അഥവാ നെല്ലിമരം എന്നീ വാക്കുകൾ ചേർന്നാണ് ഇന്നീ സ്ഥലത്തിന് തിരുനെല്ലി എന്ന പേരുണ്ടായത്. ബ്രഹ്മാവ് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പിതൃക്കളുടെ ശാപത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്ന് ഭഗവാൻ വിഷ്ണു അനുഗ്രഹിച്ചു. ക്ഷേത്രത്തിന് അടുത്തുകൂടി ഒഴുകുന്ന പാപനാശിനി എന്ന പുണ്യനദിയിൽ മുങ്ങി നിവർന്നാൽ എല്ലാ പാപങ്ങളും കഴുകിപ്പോകുമെന്നാണ് വിശ്വാസം. ഗരുഡൻ അമൃതകുംഭവുമായി പോകുമ്പോൾ അതിൽ നിന്നും ഒരു തുള്ളി അമൃത് വീണാണ് പാപനാശിനി ഉണ്ടായതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇന്നും എല്ലാ ദിവസവും രാത്രി ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവ് നേരിട്ടെത്തി ഇവിടെ പൂജ നടത്തുന്നു എന്നാണ് വിശ്വാസം. ഇതിൻ്റെ പ്രതീകമായി രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം അടുത്ത ദിവസത്തേക്കുള്ള പൂജയ്ക്കുള്ള സാധനങ്ങളും വെള്ളവും പൂജാരിമാർ തിടപ്പള്ളിയിൽ ഒരുക്കി വയ്ക്കാറുണ്ട്. വസ്ത്രധാരണ രീതി ഇവിടെ പുരുഷന്മാർ മുണ്ട് ധരിക്കണം. ഷർട്ട്, ബനിയൻ എന്നിവ ശ്രീകോവിലിന് മുന്നിൽ പ്രവേശിക്കുമ്പോൾ ധരിക്കുവാൻ പാടുള്ളതല്ല. പാൻസ്, ലുങ്കി, ജീൻസ് എന്നിവ അകത്ത് അനുവദനീയമല്ല. സ്ത്രീകളാണെങ്കിൽ സെറ്റ്, സാരി, മുണ്ട് അല്ലെങ്കിൽ സൽവാർ, ചുരിദാറൊക്കെ ധരിക്കാവുന്നതാണ്. മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് അകത്ത് പ്രവേശിക്കുവാൻ അനുവാദമില്ല. ദർശന സമയം ഇവിടെ രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെയുമാണ്. പിതൃതർപ്പണ ചടങ്ങുകൾ അതായത് ബലിയിടൽ പുലർച്ചെ മുതൽ അവിടെ പാവനാശിനി തീരത്ത് ആരംഭിക്കാറുണ്ട്. അങ്ങനെ പാവനാശിനി തീരത്ത് പോയി ബലിയിടേണ്ടവർ അതനുസരിച്ച് തന്നെ നേരത്തെ എത്തിച്ചേരുന്നത് ഉചിതമായിരിക്കും. മാനന്തവാടിയിൽ നിന്നും മാനന്തവാടിയാണ് തൊട്ടടുത്തുള്ള. മാനന്തവാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 30 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. മാനന്തവാടിയിൽ നിന്നും തിരുനെല്ലിയിലേക്ക് പതിവായി KSRTC ബസ്സുകളും മറ്റ് ബസ് സർവീസുകളും എല്ലാം പതിവുള്ളതാണ്. മാനന്തവാടിയിൽ നിന്നും കാട്ടിക്കുളം, തോൽപ്പെട്ടി റൂട്ട് വഴി തിരിഞ്ഞ് നമുക്ക് തിരുനെല്ലിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കോഴിക്കോട് സുൽത്താൻ ബത്തേരി ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കോഴിക്കോട് നിന്നും കൽപ്പറ്റ വഴി മാനന്തവാടിയിൽ നമുക്ക് എത്തിച്ചേരാം. അവിടെ നിന്ന് നേരെ തിരുനെല്ലിയിലേക്കും പോകാം. തീവണ്ടി മാർഗം നമ്മൾക്ക് നോക്കുമ്പോൾ വയനാട് ജില്ലയിൽ റെയിൽവേ ലൈനുകൾ ഒന്നും തന്നെയില്ല. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. ഇവിടെ ഇറങ്ങി നമുക്ക് മറ്റ് യാത്രാമാർഗങ്ങളിലൂടെ ഈ തിരുനെല്ലിയിൽ എത്തിച്ചേരേണ്ടി വരും. അവിടെ നിന്ന് ഏകദേശം 110-120 കിലോമീറ്ററാണ് തിരുനെല്ലിയിലേക്കുള്ള ദൂരം. ഇനി നമ്മൾ വിമാനമാണ് നോക്കുന്നതെങ്കിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനമാണ് അടുത്ത്. ഏകദേശം 90 കിലോമീറ്ററാണുള്ളത്. വേറെ നോക്കുവാണെങ്കിൽ കരിപ്പൂർ അല്ലെങ്കിൽ കോഴിക്കോട് വിമാനത്താവളവും നമുക്ക്
ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സാധനാപഥത്തിനൊപ്പം അടുത്ത ക്ഷേത്രമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം നമുക്ക് സന്ദർശിക്കാം. നന്ദി.